നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കുട്ടി കൊണ്ടുവന്ന അപേക്ഷ ഫോമിൽ അച്ഛന്റെ ഒപ്പിട്ട് കൊടുത്തത് ഞാന്. എന്റെ മിസ്ഡ് കോളും മെസ്സേജസും കണ്ടിട്ടും രാജു എന്താ തിരിച്ചു വിളിക്കാത്ത? എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. രാജുവിന്റെ മിസ്ഡ് കോള്. അയ്യോ, ഹലോ മേഡം. രാജു രാജു ഒരു വലിയ പ്രശ്നമുണ്ട്. മാഡം പേടിക്കണ്ട. മാഡം പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. വേഗം വാ രാജു, എനിക്ക് പേടിയാവുന്നു. ദീപക് ആ ധന്യായിട്ട് വന്ന് നടന്നതൊക്കെ അച്ഛനോട് പറഞ്ഞ് ഞാൻ വലിയ കുഴപ്പത്തിലാവും. മാഡം ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയുന്ന. ഞാൻ അങ്ങോട്ട് പുറപ്പെടുക. ഓക്കെ രാജു. ദൈവമേ, രാജു വേഗം ഒന്ന് എത്തിയാ മതിയായിരുന്നു. ദൈവമേ, പ്രശ്നമൊന്നും ഉണ്ടാവരുതേ. ചേട്ടാ, അവരുടെ മകന്റെ ഓപ്പറേഷനുള്ള ക്യാഷ് അടച്ചു ചേട്ടാ. ചേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? പറയാം. തീർന്നു, എല്ലാം തീർന്നു. അമ്മാവാ, ഇത് ധന്യ. ഈ കുട്ടിയുടെ അച്ഛനാണ് കഴിഞ്ഞ ആഴ്ച ഓപ്പറേഷൻ നടന്നത്. സാറേ, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്ന് എനിക്കറിയില്ല. പരമസാറിനെ നേരിട്ട് കണ്ട് നന്ദി പറയണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അച്ഛന് 1 മാസം കൂടി ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുവോ. അതാ ഞങ്ങൾ വരാതിരുന്നത്. സാർ ക്ഷമിക്കണം. കുട്ടി തന്ന അപേക്ഷയിൽ ആരാ ഒപ്പിട്ട് നൽകിയെന്നാ ഞാൻ ചോദിക്കുന്നത്. അത് പരമസാറല്ലേ എനിക്ക് ഒപ്പിട്ട് തന്നത്? അത് സാർ, അത് ഞാൻ അന്വേഷിക്കാം. ഒരു കള്ളം, പച്ചക്കള്ളം. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ ആ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നത്? ശേഖര, ചേട്ടാ, പോലീസിനെ വിളിക്ക്. ആ കുട്ടി പറഞ്ഞത് നുണയാണ്. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുമില്ല. ആ കുട്ടിക്ക് ഒരു അപേക്ഷയിൽ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല. അച്ഛാ. ഋതുമോളെ, മോള് മാറി നിൽക്ക്. അല്ല ചെറിയച്ഛ, എനിക്ക് സംസാരിക്കണം. ആ കുട്ടി കൊണ്ടുവന്ന അപേക്ഷ ഫോമിൽ അച്ഛന്റെ ഒപ്പിട്ട് കൊടുത്തത് ഞാന്. എന്താ മോളെ നീ പറയുന്നേ? സത്യ ചെറിയച്ഛ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആ കുട്ടി വളരെ അത്യാവശ്യമായിട്ട് അച്ഛന്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഈ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് അച്ഛന്റെ ഒപ്പിട്ട് നൽകേണ്ടി വന്നു. രാജു, മാറി നിൽക്ക്. മാറി നിൽക്കാൻ. കണ്ടില്ലേ എല്ലാവരും ഇവളുടെ അധികാരം? എത്ര വലിയ കുറ്റമാണ് ഇവൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ? കള്ള ഒപ്പിടുന്നത് എത്ര വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണെന്ന് അറിയാമോ നിനക്ക്? ഇവിടെ നിർത്തേണ്ട സ്ഥാനത്ത് ഞാൻ നിർത്തുമ്പോ നിങ്ങളെല്ലാവരും ആവശ്യമില്ലാതെ ഇവളെ ലാളിച്ചിങ്ങനെ വഷളാക്കുന്നത്.
ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാനില്ലാത്തപ്പോ എന്റെ മുറിയിൽ കയറി എന്റെ ഒപ്പിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ശേഖര, പോലീസിനെ വിളിക്ക. അയ്യോ അത് വേണം ഏട്ടാ. വേണം. തെറ്റ് ചെയ്തത് ആരായാലും അതിന്റെ ശിക്ഷ അനുഭവിച്ചിരിക്കണം. വേണ്ട ഏട്ടാ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. ഇവളുടെ ഭാവിയെ കുറിച്ച് ഓർത്തെങ്കിലും ഈ ഒരൊറ്റ തവണത്തേക്ക് ചേട്ടൻ ഇവളോട് ക്ഷമിക്കണം. ഇവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നിങ്ങൾ ഇങ്ങനെ ഇടയിൽ നിന്ന് എന്തും ചെയ്യുന്ന ഒരു ധിക്കാരിയായി ഇവൾ മാറിയത്. എന്റെ മുന്നിൽ നിന്നും വിളിച്ചോണ്ട് പോയവിടെ. എന്തൊരു കഷ്ടമാണിത്. സ്വന്തം മകളെ കൊണ്ട് ലോകത്തോരെ അച്ഛൻ ഇത്രയും കഷ്ടപ്പാടുണ്ടാവില്ല. അവള് ജനിച്ച അന്ന് തുടങ്ങിയതായത്. മടുത്തു ഞാൻ. രാജു, നീ എന്റെ മുറിയിലേക്ക് വാ. മര്യാദയ്ക്ക് ആ സീരിയൽ ഒന്നും കാണാൻ സമ്മതിക്കില്ല. കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനോ രാജുവിനോ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ എന്താ? ശ്ശോ, ഇനി ഇതൊക്കെ ഞാൻ തന്നെ വെട്ടിയെറിഞ്ഞു കൊടുക്കേണ്ടിയും വരും. അയ്യോ, ഇത് വഴക്കാണെന്ന് തോന്നുന്നല്ലോ. വേഗം അമ്മയടുത്തെന്ന് പറയാം. എന്താ ഈ കാണിക്കുന്നേ? എന്താ ഈ കാണിക്കുന്നേ? ആദ്യമായിട്ടാണല്ലോ. ഒന്ന് നിർത്തുമോളെ. എന്താ ഇത്? എന്താ പറ്റിയത്? രാജു, എല്ലാത്തിനും കാരണം രാജു. രാജുവോ? അതെ, രാജു തന്നെ. എന്നെ എന്തൊക്കെയാ രാജു പറഞ്ഞെന്നറിയാവോ? എന്നെ പറയാൻ പാടില്ലാത്ത വാക്കുകളുണ്ട് മുറിവേൽപ്പിച്ചു. ഇനി ഈ രമ്യ ജീവിച്ചിരിക്കില്ല. അയ്യോ മോളെ, നീ അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇതുവരെ എന്റെ അച്ഛനും അമ്മയോ പോലും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. ആ എന്നെയാ രാജു വഴക്ക് പറഞ്ഞ് എന്റെ മുഖത്ത് നോക്കി എനിക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചേ. അതെ, എനിക്ക് ഭ്രാന്താ. ഇപ്പൊ ഞാൻ ശരിക്കും ഭ്രാന്തിയായി. മോളെ, രാജു അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അല്ല, എന്താ ശരിക്കും ഉണ്ടായത്? മോൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. നോക്കിക്കേ, മോളുടെ അച്ഛനും എത്ര വിഷമത്തിലാ നിൽക്കുന്നതെന്ന്. ആരുടെ മുഖം കണ്ട് സമാധാനിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.